ഹലോ, കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹെൽത്തിയുമാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് രണ്ട് ഐറ്റംസിൻ്റെ കൊലാബറേഷൻ ആയതുകൊണ്ട് ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് നൂലട. അപ്പം നമുക്ക് അതിന് വേണ്ടത് ഫസ്റ്റ് തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴക്കില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെക്കില്ലേ, അതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂലപ്പത്തിൻ്റെയും നമ്മളുടെ ഇലയടയുടെയും ഒരു കൊളാബറേഷനാണ്. അതുകൊണ്ടാണ് ഞാനിതിന് നൂലട എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വേണമെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ചില കുഞ്ഞു കുട്ടികൾക്ക് രാവിലെ മധുരമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്കും നമ്മൾക്കിത് ഉണ്ടാക്കി കൊടുക്കാം. സാധാ ഇലടയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അവരെ കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്ന് ശർക്കര വിളയിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതിൻ്റെ ഉള്ളിലേക്ക് ചിരകിയിട്ടിട്ട് ഒന്ന് വിളയിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പൊടിയും കരട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഒന്ന് വിളയിച്ചെടുക്കട്ടെ. അതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒരു നൂൽപ്പരുവം ഒക്കെയാണ് ആകുമ്പോഴേക്കാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് വിളയിച്ചെടുക്കാം. ഈ ശർക്കരയുടെ പാനി കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിൽ 2 വശത്തും നമ്മൾ ഒരു തന്തവിരലിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് 2 കൈ കൊണ്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ചൊരു നൂൽപ്പരുവത്തിൽ ആയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ, ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തെന്ന് തോന്നണം, അരമുറി തേങ്ങ. ഈ മധുരം ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ, അതനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ എപ്പോഴും ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു എന്താ പറയുക, അതിലുള്ള വെള്ളത്തിൻ്റെ അംശമില്ലേ അതെല്ലാം കൂടെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന പോലെ, നമ്മൾ കോഴിക്കട്ടയ്ക്കൊക്കെ എടുക്കില്ലേ അല്ലെങ്കിൽ അടയ്ക്കൊക്കെ എടുക്കില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. എൻ്റെ കയ്യിൽ ഏലക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പാകം വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെക്കുക. അതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഈ ഒരു സംഭവം പരത്തിയിടുന്നത് ഒരു ഇലയിലേക്കാണ്. അപ്പം ഞാൻ വാഴയില പറിച്ചു കൊണ്ടുവന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. വാട്ടിയെടുക്കുകയില്ലേ, നമ്മൾ പൊതിച്ചോറിന് വേണ്ടി പൊതിയുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാവിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടുന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കീറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത്. 2 വശവും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മളുടെ നൂലപ്പത്തിൻ്റെ ആ ഒരു സംഭവമില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് മാവ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഇതാണോ വലിയ സംഭവം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നൂലപ്പത്തിന് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു ലെയർ നമ്മൾ ഉണ്ടാക്കുക. അതിൻ്റെ മേലേക്ക് പിന്നെ നമ്മൾ ആ ഒരു ശർക്കരയും തേങ്ങയുടെയും മിക്സില്ലേ, ആ ഒരു മിക്സ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് മേലെ കവറായിട്ട് ഒന്നും കൂടെ നമ്മൾ ആ ഒരു തേങ്ങേൻ്റെ മിക്സ് ചേർക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്നൊന്ന് തട്ടി അങ്ങോട്ടേക്ക് തട്ടുക, അപ്പുറത്തെ സൈഡിൽ നിന്ന് തിരിച്ചും ഇങ്ങോട്ടേക്ക് തട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ നൈസായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് പക്ക റോള് പോലെ നമ്മൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് എപ്പോഴും കാണുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു വാഴയിലയിൽ തന്നെ ആണ് ആവിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നൂലപ്പത്തിൻ്റെ ഒരു ലെയർ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടി നിങ്ങളുടെ അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. കട്ടി കുറവായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്നിട്ട് അതിൻ്റെ മേലയിലേക്ക് നമ്മൾ തേങ്ങേൻ്റെയും ശർക്കരേൻ്റെയും ഒരിച്ചിരി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനിയുമ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ മാവ് ഇതുപോലെ വെക്കുക. പിന്നെ ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു തട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തുനിന്ന് അറ്റത്തുനിന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് തട്ട് കൊടുക്കുക. അരികൊക്കെ ഒന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾക്ക് പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയേറ്റ് സെറ്റപ്പായി. പിന്നെ ഇത് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് ആ ഒരു വാഴയിലയിൽ തന്നെ എല്ലാം കൂടെ വെച്ച് ഞാനൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം.
പറിക്കാൻ പോയപ്പോൾ എനിക്ക് ഉണങ്ങിയ വാഴയിലേ കിട്ടിയുള്ളൂ. ഇതേ സംഭവം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഉള്ളൊരു ഇലയുടെ പോലെ അല്ലല്ലോ, ഒരു വെറൈറ്റി ആകുമ്പം കുട്ടികൾക്ക് കാണുമ്പോഴൊരു അട്രാക്ഷൻ ഉണ്ടാവും, കഴിക്കാനും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ച് തരേണ്ട അതിൻ്റെ ഉള്ളിൽ എന്താ സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.